ഹായ് ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടോറിയൽസ് ഇൻ മലയാളം എന്ന വെബ്സൈറ്റിൻ്റെ പുതിയ ട്യൂട്ടോറിയൽ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രാവശ്യത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സി ഷാർപ്പ് 2005 കുറിച്ചാണ്. മൈക്രോസോഫ്റ്റ് വിഷ്വൽ സി ഷാർപ്പ് 2005 എന്ന ട്യൂട്ടോറിയൽ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സി ഷാർപ്പിൽ ഈ ടൂളിൽ ഉപയോഗിച്ചിരിക്കുന്ന പല ഓപ്ഷൻസിനെ കുറിച്ച് മനസ്സിലാക്കുവാനും അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് തീരുമാനിക്കാനും സാധിക്കും. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അതിനു മുമ്പായി ചെറിയ ആമുഖം എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. മൈക്രോസോഫ്റ്റ് വിഷ്വൽ സി ഷാർപ്പ് എന്ന് പറയുന്നത് അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് പല സോഫ്റ്റ്വെയറുകളും നമ്മൾ വിൻഡോസ് ആപ്ലിക്കേഷൻസിനായി ഉണ്ടാക്കുന്നത്. വിശദമായി അറിയണമെങ്കിൽ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സി ഷാർപ്പിൻ്റെ ആപ്ലിക്കേഷൻ അകത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ F1 ടാബ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹെൽപ്പ് ഫയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൈക്രോസോഫ്റ്റ് വിഷ്വൽ സി ഷാർപ്പ് എക്സ്പ്രസ് എഡിഷനാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. എക്സ്പ്രസ് എഡിഷൻ മാത്രമല്ല, ഇതിന് പ്രൊഫഷണൽ എഡിഷൻ, സ്റ്റാൻഡേർഡ് എഡിഷൻ എന്നീ 2 എഡിഷനുകൾ കൂടി മൈക്രോസോഫ്റ്റ് വിഷ്വൽ സി ഷാർപ്പിന് ഉണ്ട്. ഒട്ടനവധി റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസും ബാക്കിയുള്ള എല്ലാ ട്യൂട്ടോറിയൽസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജാണ് സി ഷാർപ്പിൻ്റെ കൂടെ മൈക്രോസോഫ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഹെൽപ്പ് ഫയൽസ്. ഇതെല്ലാം തന്നെ ട്യൂട്ടോറിയൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെങ്കിലും ഇവയുടെ ഒട്ടുമിക്ക ഘടകങ്ങളും ഈ ട്യൂട്ടോറിയലിലായും ബാക്കിയുള്ള ഇതിൻ്റെ തുടർച്ചയായ ട്യൂട്ടോറിയലിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏതായാലും വലിയ താമസമൊന്നും കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. മൈക്രോസോഫ്റ്റ് വിഷ്വൽ സി ഷാർപ്പ് 2005 എങ്ങനെയാണ് ഒരു വിൻഡോസ് ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ളൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് എന്ന് കാണിക്കാം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഓപ്ഷനായ ഫയൽ എന്ന ഓപ്ഷനിൽ നിന്നും ന്യൂ പ്രോജക്റ്റ് എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കേണ്ടതിൽ വിൻഡോസ് ആപ്ലിക്കേഷൻ, ക്ലാസ് ലൈബ്രറി, കൺസോൾ ആപ്ലിക്കേഷൻ, എംപ്റ്റി പ്രോജക്റ്റ്, സ്ക്രീൻ സേവർ സ്റ്റാർട്ടർ കിറ്റ്, മൂവി കളക്ഷൻ സ്റ്റാർട്ടർ കിറ്റ് ഇങ്ങനെ തുടങ്ങിയ ഒരു 6 ഓപ്ഷൻസാണ് ഡിഫോൾട്ടായിട്ട് മൈക്രോസോഫ്റ്റ് നമുക്ക് തരുന്നത്. ഇത് മൈക്രോസോഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഡിഫോൾട്ടായിട്ടുള്ള 6 ഓപ്ഷൻസാണ്. ബാക്കിയുള്ള ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് അഡീഷണൽ ആയിട്ട് നമുക്ക് വെബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്സസ് ഞാൻ തരാം. ഇപ്പോൾ നമുക്ക് തുടക്കമെന്ന നിലയ്ക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പ്രോജക്റ്റിന് നമ്മൾ പേര് കൊടുക്കുന്നത് ഇവിടെയാണ്. ഈ ഭാഗത്താണ് നമ്മൾ നമ്മുടെ പ്രോജക്റ്റിന് പേര് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റിന് പേര് കൊടുക്കുന്നത് മെസ്സേജ് ട്യൂട്ടോറിയൽ എന്നാണ്. മെസ്സേജ് ട്യൂട്ടോറിയൽ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഈ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ അത് സേവ് ചെയ്യാനും സാധിക്കും. ഈ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ പ്രോജക്റ്റ് ഇവിടെ ലോഡായിട്ടുണ്ട്. അതിൻ്റെ പേര് ഫോം 1 എന്നുള്ള ഒരു പേരിലാണ് നിൽക്കുന്നത്. മെസ്സേജ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഇവിടെ സൊല്യൂഷൻ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു വിൻഡോയിലാണ് കാണാൻ സാധിക്കുക. അതിൽ തന്നെ ഫോം 1 കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഫോം 1 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സൊല്യൂഷൻ എക്സ്പ്ലോറർ നിങ്ങളുടെ ഈ റൈറ്റ് പാനലിൽ ഇല്ല എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നേരെ ഈ ഭാഗത്തേക്ക് വരിക. ഇവിടെ നിന്ന് വ്യൂ എന്ന ഓപ്ഷനിൽ നിന്നും സൊല്യൂഷൻ എക്സ്പ്ലോറർ എന്ന ഈ വിൻഡോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ സൊല്യൂഷൻ എക്സ്പ്ലോറർ കാണാൻ സാധിക്കും. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. വ്യൂവിൽ നിന്നും ഇവിടെ സൊല്യൂഷൻ എക്സ്പ്ലോറർ ഇല്ല. വ്യൂവിൽ നിന്നും സൊല്യൂഷൻ എക്സ്പ്ലോറർ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുമ്പോൾ സൊല്യൂഷൻ എക്സ്പ്ലോറർ കാണാൻ സാധിക്കും. ഇതാണ് നമ്മളുടെ ഫോം. ഈ ഫോമിനെ റീനെയിം ചെയ്യുമ്പോൾ ഇവിടെ ഈ ഫോം 1 പകരം അവിടെ നമുക്ക് മെസ്സേജ് ട്യൂട്ടോറിയൽ എന്ന പേര് കൊടുക്കണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഫോം 1 റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസിൽ
ഇവിടെ ഫയൽ നെയിം form1.css എന്ന് കൊടുത്തിട്ടുണ്ട്. form1.cssൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുകയോ അതല്ലെങ്കിൽ ഈ ഫോമിൻ്റെ ഡിസൈൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുകയോ ചെയ്യുക. ഈ ഫോമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിസൈൻ ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ അതിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ form1 ഫുള്ളായി സെലക്ട് ചെയ്തിട്ട് മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാനത് കൂടുതൽ വ്യക്തമായി കാട്ടിത്തരാം. ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ നിന്നും മെസ്സേജ് ട്യൂട്ടോറിയൽ എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ മെസ്സേജ് ട്യൂട്ടോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മളുടെ ഈ വിൻഡോ എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ഡീബഗിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വിൻഡോ റൺ ചെയ്ത് വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് മെസ്സേജ് ട്യൂട്ടോറിയൽ എന്ന് നമ്മളിപ്പോൾ ചെയ്യുന്ന വിൻഡോ. ഇതിലിപ്പോൾ ഒന്നും തന്നെ ഇല്ല. നമുക്കിപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും കൺട്രോൾസൊക്കെ കൊണ്ടുവരാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു അഡീഷണൽ പാനലാണ് ടൂൾ ബോക്സ് എന്ന പാനൽ. ഇത് വിഷ്വൽ സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയറിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൻ്റെ ഇടത് സൈഡ് പാനലായിട്ടാണ് ഈ ടൂൾ ബോക്സ് കാണുക. ഇനി പക്ഷേ ഈ ടൂൾ ബോക്സ് നിങ്ങൾക്കിവിടെ ഇല്ല എന്ന് തന്നെയുണ്ടെങ്കിൽ വ്യൂ എന്ന ഓപ്ഷനിൽ നിന്നും ടൂൾ ബോക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടൂൾ ബോക്സ് ദൃശ്യമാകുന്നതാണ്. അതിൽ ഈ നടുക്കത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടൂൾ ബോക്സ് അപ്രത്യക്ഷമാവുകയും പിന്നീട് വീണ്ടും അതിലേക്ക് മൗസ് കൊണ്ട് നീക്കുമ്പോൾ തന്നെ ഇറങ്ങി വരികയും ചെയ്യും. അതിൽ നിന്നും ഓൾ വിൻഡോസ് ഫോംസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഉള്ള എല്ലാ കൺട്രോൾസിനെയും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ കൺട്രോൾസിനെ കുറിച്ചും വിശദമായിട്ടുള്ള ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് tutorialsinmalayalam.com നിന്ന് ലഭ്യമാണ്. നിങ്ങളത് നോക്കി മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമുക്ക് തൽക്കാലം ബട്ടൺ എന്ന് പറയുന്നൊരു കൺട്രോൾ എങ്ങനെയാണ് നമ്മളുടെ സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ കൂടി നമുക്ക് മെസ്സേജ് ട്യൂട്ടോറിയൽ മനസ്സിലാക്കാം. ബട്ടൺ എന്ന കൺട്രോളിനെ പതുക്കെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ പേജിലേക്ക് ഇടുക. നമുക്ക് കാണാൻ സാധിക്കും ബട്ടൺ എന്നൊരു കൺട്രോൾ നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഞാൻ ഒന്നുകൂടി ആ ട്യൂട്ടോറിയൽ കാണിച്ചു തരാം. ടൂൾ ബോക്സ് സെലക്ട് ചെയ്യുക. അതിൽ നിന്നും ബട്ടൺ എന്നതിനെ വിളിച്ച് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഫോമിലേക്ക് ഇടുക. ഈ ബട്ടൺ എന്ന കൺട്രോളിൻ്റെ പേര് മാറ്റാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യമുണ്ട്. ഈ ബട്ടൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. നമ്മൾ നേരത്തെ ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് മെസ്സേജ് ട്യൂട്ടോറിയൽ ചേഞ്ച് ചെയ്ത പോലെ തന്നെ ബട്ടൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. ടെക്സ്റ്റിൽ ബട്ടൺ എന്നതിന് പകരം ഇവിടെ ഷോ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഇതിൽ ഷോ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇല്ല നോക്കുക, ഷോ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, ഈ ബട്ടൺ ശകലം ഒന്ന് വലുതാക്കി കൊടുക്കുക. അപ്പോൾ അതിൽ ഷോ മെസ്സേജ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ മെസ്സേജ് കാണിക്കുന്ന ഒരു കമാൻഡ് നമ്മൾ ഈ സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷന് പറഞ്ഞു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ബട്ടൻ്റെ കോഡ് വ്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉള്ളത്. അതിന് വേണ്ടിയിട്ട് ബട്ടൺ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വ്യൂ കോഡ് എന്ന ഓപ്ഷനോ അതല്ലെങ്കിൽ ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റിലേക്ക് എത്തുന്നതായിരിക്കും. പ്രൈവറ്റ് വോയിഡ് ബട്ടൺ 1.click. ബട്ടൻ്റെ ടെക്സ്റ്റ് നമ്മൾ മാറ്റിയെങ്കിലും ബട്ടൻ്റെ ID ഇപ്പോഴും ബട്ടൺ 1 തന്നെയാണ്. അതുകൊണ്ടാണ് ബട്ടൺ 1_click എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ ബട്ടൻ്റെ ക്ലിക്കിനകത്താണ് നമ്മൾ ഇവിടെയായിട്ടാണ് നമ്മൾ ഇതിൻ്റെ കമാൻഡ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതൊരു മെസ്സേജ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമുക്ക് ഷോ ചെയ്യേണ്ടത് ഒരു മെസ്സേജാണ്. സോ ഇത് വളരെ സിമ്പിളാണ്. കാരണം മൈക്രോസോഫ്റ്റ് അതിൻ്റെ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസിനോട് നമ്മൾ ഒരു മെസ്സേജ് കാണിക്കാൻ പറയുന്നത് ശരിക്കും ഇംഗ്ലീഷിൽ ഒരു മെസ്സേജ് ബോക്സ് കാണിക്കാൻ പറയുക എന്ന് തന്നെയാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. മെസ്സേജ് ബോക്സ് ഡോട്ട് ഷോ
എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. അതിന് കറക്റ്റായിട്ടുള്ള സിൻടാക്സ് ഉണ്ട്. ആ സിൻടാക്സ് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. മെസ്സേജ് ബോക്സ് ഡോട്ട് ഷോ, ഒരു ഇൻവെർട്ടഡ് കോമ, അതിനുള്ളിൽ യു ആർ വെൽക്കം ടു www.tutorialsinmalayalam.com എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സിൻടാക്സ് ശ്രദ്ധിക്കുക. മെസ്സേജ് ബോക്സ് ഡോട്ട് ഷോ, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പിന്നെ നമുക്ക് കൊടുക്കാനുള്ള സ്ട്രിങ്, നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ് ഒരു ഡബിൾ കോട്ട്സിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ കോട്ട്സിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ മെസ്സേജിനും ബ്രാക്കറ്റിന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം C# ഒരു ഡിഫോൾട്ട് സിൻടാക്സ് ആണ്. ഓരോ ലൈനും അവസാനിക്കുന്നൊന്ന് കാണിക്കാനായി ഒരു സെമിക്കോളൻ കൊടുക്കുക. ഇത്രയും സാധനം ചെയ്തതിന് ശേഷം ഇത് ടെസ്റ്റ് ചെയ്യാനായി നമുക്കൊരു സ്റ്റാർട്ട് ഡീബഗിങ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. സ്റ്റാർട്ട് ഡീബഗിങ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ നമ്മളുടെ ആ സോഫ്റ്റ്വെയർ ഇവിടെ റൺ ചെയ്തിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയറിൽ നിന്നും നമുക്ക് നമ്മളുടെ ഓപ്ഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന മെസ്സേജസ് എന്ന്. ഷോ മെസ്സേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ യു ആർ വെൽക്കം ടു www.tutorialsinmalayalam.com എന്നൊരു മെസ്സേജ് ബോക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ചെയ്താൽ ഒന്നും സംഭവിക്കുന്നില്ല, ക്ഷമിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചില ചെറിയ ഇംഗ്ലീഷ് കയറി വരുന്നുണ്ട്. എനിവേ ഇറ്റ്സ് ഗുഡ്. ഈ ട്യൂട്ടോറിയൽ ഇംഗ്ലീഷുകാർക്കും മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ മാത്രം മലയാളത്തിലായി ആണ് എന്നേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് ട്യൂട്ടോറിയൽസ് ഇൻ മലയാളം. അതെ, അത് തന്നെയാണ് കാരണം. ഷോ മെസ്സേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ യു വെൽക്കം ടു www.tutorialsinmalayalam.com എന്ന മെസ്സേജ് കാണിക്കുകയാണ്. വിഷമിക്കേണ്ട, അതുപോലെ പേടിക്കാൻ വേണ്ട. വളരെ സിമ്പിളാണ്. C# പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്, പ്രോഗ്രാമിംഗ് സെക്ഷൻസ്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കും. ഒരുപാട് ഓപ്ഷൻസ് മൈക്രോസോഫ്റ്റ് ഇതിലൂടെ തരുന്നുണ്ട്. അതിനെക്കുറിച്ച് എല്ലാം വിശദമായി പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.